ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ മഞ്ഞക്കടൽ ആവേശത്തിലാഴ്ത്തിയ വിദേശ താരങ്ങൾ ഇപ്പോൾ അവർ എവിടെയാണ്, എങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ ഫോം? വരൂ ഗായ്സ്, നമ്മൾക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും മറക്കാത്ത പേര് ക്വാമെ പെപ്ര ഇപ്പോൾ എവിടെയാണ്? 2025-ൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തായ ശേഷം പെപ്ര കംബോഡിയൻ ക്ലബ്ബായ പ്രിയകാൻ റീച്ച് സ്വായ റിയന് കീഴിൽ ചേർന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാമോ? പെപ്ര ഇപ്പോൾ ഗോൾ മെഷീനാണ്. ഈ സീസണിൽ തന്നെ 12 ഗോളുകൾ. ലീഗിലെ ടോപ്പ് സ്കോറർമാരിൽ ഒരാൾ. അതുമാത്രമല്ല, കംബോഡിയൻ സൂപ്പർ കപ്പ് നേടിയ ടീമിൽ പെപ്ര ആയിരുന്നു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ISL-ൽ സ്ഥിരത കണ്ടെത്താൻ പാടുപെട്ട പെപ്ര ഇപ്പോൾ കംബോഡിയയിൽ തന്റെ യഥാർത്ഥ കഴിവ് തെളിയിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരമൊരു ഫോമിലുള്ള പെപ്ര വീണ്ടും ISL-ലേക്ക് മടങ്ങിവരുമോ എന്ന്? ഉണ്ടെങ്കിൽ കോമെന്റ് ചെയ്യൂ. ഒരിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ ഫ്രഞ്ച് താരം 2024 മുതൽ 25 വരെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച കോഎഫ് 2025 ജനുവരിയിൽ ക്ലബ്ബ് വിട്ട ശേഷം ഫ്രാൻസിലെ വലൻസിയൻ FC-യിൽ ചേർന്നു. ഇപ്പോൾ ഫ്രഞ്ച് 3rd ഡിവിഷനിൽ കളിക്കുന്ന കോഎഫ് ഈ സീസണിൽ തന്നെ റെഗുലർ സ്റ്റാർട്ടർ ആയി മാറിയിട്ടുണ്ട്. കോച്ചിന്റെ വിശ്വസ്തൻ. ഗോളുകളും അസിസ്റ്റുകളും ഇല്ലെങ്കിലും ഡ്യൂവലുകൾ, ക്ലിയറൻസുകൾ, ഡിഫൻസീവ് സ്റ്റേബിലിറ്റി, അവിടെയാണ് കോഎഫ് ശക്തൻ. കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലെ ജൈഗാന്റിക് ഡിഫൻഡർ 2024 മുതൽ 25 വരെ ISL സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് വിട്ട മീലോസ് ഇപ്പോൾ കളിക്കുന്നത് തായ്ലൻഡിലെ ടോപ്പ് ക്ലബ്ബായ BG പാതും യുണൈറ്റഡ്ക്കായി. തായ് ലീഗിൽ മീലോസ് ഇപ്പോൾ റെഗുലർ സ്റ്റാർട്ടർ ആണ്. ISL-ൽ തിളങ്ങാൻ പറ്റാത്ത താരം ഇപ്പോൾ തായ് ലീഗിൽ ട്രസ്റ്റബിൾ സെൻട്രൽ ഡിഫൻഡറായി മാറി. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഗോൾ പ്രതീക്ഷ നൽകിയ പേര്. 2024 മുതൽ 25 വരെ ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്ന ഹിമിനസ് 11-ലധികം ഗോളുകളോടെ ടീമിന്റെ ആക്രമണത്തിന്റെ മുഖമായിരുന്നു. എന്നാൽ 2025 ജൂലൈയിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി പരസ്പര സമ്മതത്തോടെ വഴിപിരിഞ്ഞ ഹിമിനസ് ഇപ്പോൾ തിരിച്ചെത്തിയത് യൂറോപ്യൻ ഫുട്ബോളിലേക്ക്. അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് പോളണ്ടിലെ ടോപ്പ് ലീഗിലാണ്. ISL-ൽ തെളിയിച്ച ഗോൾ സ്കോറിംഗ് കഴിവാണ് ഹിമിനസിനെ വീണ്ടും യൂറോപ്യൻ ക്ലബ്ബിലേക്ക് എത്തിച്ചത്. ഗോൾ സ്കോറിംഗ് കുറവാണെങ്കിലും ടീമിന്റെ അറ്റാക്കിംഗിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹിമിനസിനെ വിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വലിയ നഷ്ടമായിരുന്നു? പെപ്ര ആൻഡ് മീലോസ് സക്സസിന് കാരണം അവർ ഇപ്പോൾ കളിക്കുന്ന ലീഗ് ഒട്ടും ഫിസിക്കൽ അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാണ്? കോമെന്റ് ചെയ്യൂ.